ആവേശത്തോടുകൂടി ഇരു മുന്നണികളും നിൽക്കുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. തൽക്കാലം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം, പക്ഷേ അവസരം വരുമ്പോൾ ചാടി വീഴും എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. ഇന്ത്യ സഖ്യം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ ആളുകൾ തിരിച്ചുപോയി. അവർ കാത്തിരിക്കുകയാണ് എന്താണ് NDA നടക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട്. NDA എന്താണ് നടക്കുന്നത്, അതാണ് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊപ്പം ബാലഗോപാൽ, NDA എന്താണ് നടക്കുന്നത്? NDA പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള പല കാര്യങ്ങളുമാണ് നടക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഈ NDA ഔദ്യോഗികമായി BJP നേതൃത്വം NDA ഘടകകക്ഷികളുമായി ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. JP നദ്ദ, അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഈ മൂന്ന് പേരുമാണ് ഈ ഘടകകക്ഷികളുമായി ചർച്ച നടക്കുന്നത്. TDPയുടെ കാര്യത്തിലായിരുന്നു. TDPയുടെയും JDUമാണ് ഇതിനകത്ത് വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള. TDP കഴിഞ്ഞ ദിവസം സ്പീക്കർ സ്ഥാനം അതുപോലെ തന്നെ 5 കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം TDP അങ്ങനെ ആവശ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. മറിച്ച് അവരുടെ ശക്തിയൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് BJP എന്ത് നൽകും എന്നത് കാത്തിരിക്കുകയാണ് അവർ. ആവശ്യമുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ കാണില്ല, പകരം പുറത്ത് നിന്ന് ഈ സപ്പോർട്ട് ചെയ്യാം എന്ന ഒരു നിലപാടാണ് TDP ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. JDUവും ചില ആവശ്യങ്ങൾ, അതായത് ചില കൗതുകകരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യം ഒരു വൈദ്യുതി നിരക്ക്. ഒരു രാജ്യം ഒരു പോള എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പുതിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു വൈദ്യുതി നിരക്ക്. ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള പവർ കമ്പനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കാൻ പോലും അല്ലെ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നിതീഷ് കുമാർ. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് സ്വകാര്യ കമ്പനികൾക്ക് ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള അവകാശം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള ബില്ല് കഴിഞ്ഞ സർക്കാർ പാസ്സാക്കിയിരുന്നു. കർഷകർ അതിനെതിരാണ്, തൊഴിലാളികൾ അതിനെതിരാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ മോദി സർക്കാർ വരുമ്പോൾ വലിയ വെല്ലുവിളിയായി അത് മാറുന്നത്. അതുപോലെ എനിക്ക് സത്യപ്രതിജ്ഞയുടെ കാര്യത്തിലും പറയണമായിരുന്നു. കാരണം സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ഇന്നലെ വൈകിട്ടൊക്കെ വന്നിരുന്ന വാർത്തകൾ 8-ാം തീയതി സത്യപ്രതിജ്ഞ എന്നായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇതുവരെയും രാഷ്ട്രപതി ഭവനിൽ അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ ലോക നേതാക്കളൊക്കെ വരും, മോദി സത്യപ്രതിജ്ഞ എപ്പം ചെയ്താലും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന, അതുപോലെ തന്നെ ലോക നേതാക്കൾ എന്ന് പറയുമ്പോൾ അടുത്തൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ G7 റോമിൽ 13-ാം തീയതി പോയി G7 നേതാക്കൾക്കൊപ്പം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ആ സ്റ്റാറ്റസിനുള്ള ലോക നേതാക്കൾ എന്ന് പറയാൻ നിലവിൽ സാഹചര്യത്തിൽ. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് അനൂപിനോട് ചോദിക്കാണ്ട്, പ്രതിപക്ഷം എന്താണെങ്കിലും ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? സംശയമൊന്നുമില്ല, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. രാഹുൽ ഗാന്ധി തന്നെ ആവണമെന്ന് കോൺഗ്രസിനകത്ത് ആവശ്യം വന്നു കഴിഞ്ഞു. മാത്രമല്ല സമ്മർദ്ദം അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കേരളം, തമിഴ്നാട് അല്ലെങ്കിൽ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കോൺഗ്രസിന് MP കാര്യമായിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ നോക്ക്, യുപിയിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, അപ്പുറത്ത് അസമിൽ നിന്നുണ്ട്, ഝാർഖണ്ഡിൽ നിന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ MP വന്നു. രാവിലെ ഡൽഹിയിൽ കേൾക്കുന്നത് പ്രവർത്തക സമിതിയൊക്കെ ചേർന്ന് അദ്ദേഹത്തിനെ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ വരികയുള്ളൂ എന്നാണ്. ആ സമ്മർദ്ദത്തിന് അദ്ദേഹം താല്പര്യപ്പെട്ടില്ല എങ്കിൽ, വഴങ്ങിയില്ല എങ്കിൽ ആലപ്പുഴയിലെ മാണിക്യം KC വേണുഗോപാൽ പ്രതിപക്ഷ നേതാവും. KC വേണുഗോപാലിന് കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ KC തന്നെ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്യും, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകും. പ്രതിപക്ഷത്തു നിന്ന് പോരാടാനാണ് തീരുമാനിച്ചത്. ആ പോരാട്ടം രാഹുൽ ഗാന്ധി നയിക്കും. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? ആരൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തും? കഴിഞ്ഞ തവണത്തെ അത്ര പവർ ഉണ്ടാവുമോ മോദി സർക്കാരിൽ BJPക്ക് എന്നുള്ളതാണ്. ആ കാര്യം കൂടി പറയാം. ഈ മോഡി എക്കാലത്തും എടുത്തിരുന്ന ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്നുള്ളതായിരുന്നു. ഈ 81 പേര് കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാം. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം 71 പേരെ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇത്തവണ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഉണ്ടായിരുന്ന ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദേശം ഒരേ സ്വഭാവമുള്ള മന്ത്രാലയങ്ങളെല്ലാം ഒന്നിപ്പിച്ച് മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കാൻ മോദി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനി നടക്കില്ല. പഴയ 81-ലേക്കൊക്കെ പോകാനാണ് സാധ്യത. ബാലഗോപാൽ, അനൂപ് ദാസ് രണ്ടാളും ചർച്ചകളിൽ തുടരുക.